ഇത് എന്താ പാവപ്പെട്ട മുയല് സ്നഗ് ഇട്ട് കിടക്കുന്നത് കണ്ടോ. കാരണം ചീച്ചി മുള്ളുവെന്നാണ് സുണ്ടപ്പൻ പറയുന്നത്. ഇത് കണ്ടോ, സുണ്ടപ്പൻ്റെ പരിപാടിയായിരുന്നേ. പഞ്ചസാര കോരി കൊടുക്കുമായിരുന്നു മുയലമ്മയ്ക്ക്. കണ്ടോ സുണ്ടു സുണ്ടു, ഇതെന്നാടാ മുയലമ്മക്ക് ശക്തി ഇട്ടേക്കുവാണോ? എന്തേ ആജേ? അയ്യോ, മുയലമ്മ ചീച്ചി മുള്ളുവാ ആണോ? ആ ഇവനെ അമ്മച്ചി എടുക്കണോ അവനെ? കൊച്ചു വാരി കൊടുത്തോ. ആ മുയലമ്മക്ക് വിശക്കുന്നുണ്ട്. ഇതെന്തിനാ മൈരമ്മ മുള്ളുവാ? കുഞ്ഞവനെ അടിക്കുവാണോ? അവൻ കിടന്ന് അവന് അതെ അവൻ കരയുന്നു. സുണ്ടമ്മ എന്നെ എടുക്കമ്മേന്ന് കരയുന്നു. മേലെ എന്തോ ചേച്ചി? മുട്ടായി കൊടുക്കാൻ പറയാണോ? ഇവനോ മുട്ടാ ഓർത്തോടി എടി. അപ്പം നിങ്ങൾ വിചാരിക്കും സുധി ഏത് ആപ്പിൾ മരത്തിൻ്റെ ചോട്ടിലാണ് ഈ പോയി കുത്തിയിരിക്കുന്നത്. ആപ്പിൾ തലയിൽ കൂടെ ബുദ്ധി ഉണർന്ന പോലെ ഏത് ആപ്പിളിൻ്റെ ചോട്ടിലായിരിക്കും എന്ന് ഓർത്ത് കാണും. ഇത് നമ്മുടെ മഴയിൽ മനോരമ സ്റ്റുഡിയോയാണ്. ഇന്ന് ഞാൻ എൻ്റെ കുഞ്ചനെയും വെല്ലനെയും സുണ്ടുവിനെയും ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ ആൾ അവരിവിടെ തന്നെ ഉണ്ട്. ഒത്തിരി ഭയങ്കര സന്തോഷമായി. ഇന്നിവരെ ക്രിസ്മസ് സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ. ഹലോ അവൻ എന്നിട്ട് ഞങ്ങൾ ഉച്ചക്ക് അവിടെ നിന്ന് ബിരിയാണിയൊക്കെ തിന്നിട്ടേക്ക് പോവാണ്. നാളെ ഉണ്ട്. നാളെ ഏതാണ്ട് മാജിക് ഷോ ഉണ്ട്. പിന്നെ നല്ല ഫുഡൊക്കെ ഉണ്ടെന്നൊക്കെ പറയാം. ബിരിയാണിക്കാൻ പോവാം. നാളെ കുറെ പരിപാടി ഉണ്ടെന്നാണ് പറഞ്ഞത്. മാജിക് ഷോ ഒക്കെ ഉണ്ടെന്നാണ്. സുണ്ടപ്പനെ ചേട്ടനെ കണ്ടോ? കാണിച്ചു കൊടുക്കും സുണ്ടപ്പ ചേട്ടനെ. കയ്യിലിരിക്കുക ചേട്ടനെ കാണിച്ചു കൊടുക്കും. കാണിച്ചു കൊടുക്കും. കണ്ടോന്ന് ചോദിക്കേ സുണ്ടപ്പ. അയ്യേ ഇതാണ് നമ്മുടെ മഴയിൽ മനോരമ സ്റ്റുഡിയോ. സ്റ്റുഡിയോയുടെ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. അകത്തിരിക്കാനായിട്ട് എ സിയും ബെഡും ഒക്കെ ഉണ്ട്. സെറ്റ് ബെഡ് പോട്ടെ, ആ ബെഡ് പോലത്തെ കുഷി എന്നാണ് കുഷിയോ ആ സാധനക്കാരെ ഉണ്ട് കേട്ടോ. നമ്മളെന്നാലും ഈ മരച്ചൂട്ടിൽ ഈ മണ്ണിന്റെ തണുപ്പടിച്ച് ഈ സന്തോഷകരമായ കാറ്റൊക്കെ ഇവിടെ ഇരിക്കുന്ന ഒരു വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മളെ സ്റ്റാൻഡപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് തുടങ്ങിയിട്ടുണ്ട് എൻ്റെ വിശ്വാസം. ഈ മൂഡിൽ ഇരിക്കുമ്പോഴാണ് ഇതിനൊരു പാട്ട് പാടുക ഞാൻ ആഗ്രഹിക്കുന്നത്. പാട്ട് പാടും കുഞ്ഞിനെ നല്ലൊരു പാട്ട് പാടും. ഇതുവരെ സുണ്ടപ്പോൾ ഒരു പാട്ട് പാടാനും കേട്ടിട്ടില്ല. ഏതൊരു ഇഷ്ടമുള്ള പാട്ട് പാടും. ഇപ്പോൾ പ്രേക്ഷകരുടെ ആഗ്രഹപ്രകാരം എൻ്റെ കുഞ്ഞിൻ്റെ ബെല്ലിനും ഒരു മ്യൂസിക് ആലപിക്കുന്നു. കണ്ടതല്ലേ സുണ്ടപ്പം മുഖം കൊണ്ട് ഭയങ്കര എക്സ്പ്രഷൻ ആയിരുന്നു കേട്ടോ.
നമ്മളിപ്പോ മഴയിൽ മനോരമ വന്നതേ ഉള്ളൂ. ഇച്ചിരി നേരത്തെ ഒന്നും ദിവസം ഉണ്ടപ്പോൾ ഞങ്ങൾ കൊണ്ടുപോയില്ലായിരുന്നു കേട്ടോ. ഇന്ന് നേരത്തെ താമസമാണ് ഞങ്ങൾ പോയതും. നോക്കാം കുറച്ച് മുട്ട പൊടി ചേർത്ത് തിന്നു. ഞങ്ങൾ ചായ കുടിക്കാന്ന് വെച്ചേ. മുട്ട ഇരിക്കുന്നു. വിളിച്ചു വെച്ചല്ലേ ചേച്ചോണ്ട്. അങ്ങനെ ഞങ്ങള് കുറച്ച് കടിയൊക്കെ മേടിച്ചിട്ട് പോകുന്നു. ഒരു ചായ കുടിക്കുന്ന ഒരു ലോകം എടുക്കാം എന്ന് വെച്ച്. സുണ്ടപ്പൻ നല്ല മിടുക്കിയായിട്ട് ഇരുന്നു കേട്ടോ. ഞങ്ങൾ വന്നപ്പോൾ കുളിച്ച് ഉടുപ്പൊക്കെ മാറി നല്ല സുന്ദരി കുട്ടപ്പയായിട്ട് ഇരിപ്പുണ്ട്. ആ മജിക്കകത്ത മുട്ട കണ്ടിട്ടുള്ള എക്സ്പ്രഷനാണ് സുണ്ടപ്പൻ ഇടുന്നത്. ഇന്ന് പരീക്ഷയൊക്കെ കഴിഞ്ഞു. അപ്പൊ അവന്മാരെ ക്രിസ്മസിന്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇന്ന് ഞങ്ങൾ കൊണ്ടുപോയപ്പോ ഇന്നലെ 3 പേരെ കൊണ്ടുപോയിട്ടോ. 3 പേരെ കൊണ്ടുപോയി. അവിടെ ചെന്നിട്ട് ഇവളുമാർക്ക് ഭയങ്കര ബോറടിയെന്ന്. എല്ലാവരും സ്കിറ്റ് പഠിച്ച് നടക്കുമല്ലോ. ആരും നമ്മൾ ഇങ്ങനെ കഥ പറയാനൊന്നും ഉണ്ടാകില്ലല്ലോ. അപ്പൊ 3 പേരെ കൊണ്ടുപോയിട്ട് 2 പേർക്കും ഭയങ്കര ബോറടിയായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് വരുന്നില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ ഇരുന്നോളാന്ന് പറഞ്ഞ്. പിന്നെ അമ്മ ഒറ്റക്ക് ഇങ്ങനെ പറയുന്നത് ഞങ്ങളോട് പറയുന്നത് നമ്മ ഇങ്ങനെ ഒറ്റക്കത് ഇങ്ങനെ പറയുന്നത്. അതുകൊണ്ട് ഞങ്ങളൊക്കെ സുണ്ടപ്പൻ ഞങ്ങൾ സുണ്ടപ്പൻ ഇവർക്ക് ഭയങ്കര സംശയമായിരുന്നു സുണ്ടപ്പൻ ഞങ്ങൾ കൂടെ ഇരിക്കുവാന്ന്. പിന്നെ ഞങ്ങള് അഡ്ജസ്റ്റ് ചെയ്ത് ഇരുത്തി. എന്നിട്ട് അച്ചായ അമ്മ വന്നു കഴിയുമ്പോ പരാതി പറയണോള്. അവള് പറയണേ തല്ലി അവളെ ഞങ്ങള് തല്ലി ചീത്ത പറഞ്ഞ് വഴക്ക് പറഞ്ഞ്. സുണ്ടപ്പന്റെ കാര്യം ഞാൻ വന്ന് കയറിപ്പോഴേ വെള്ളത്തിക്കളിയായിരുന്നു. ഞങ്ങൾ അറിഞ്ഞില്ല. എന്നെ കണ്ടപ്പോഴത്തേക്ക് ഓടി മഴ. പക്ഷെ അവിടെ പറഞ്ഞു ഏത് നേരം മഴയാ, മഴ കൊള്ളല. വെയില് കാക്കരം പൂക്കറും വെയില് മുറ്റത്തുണ്ടായാലും പുള്ളി ഭയങ്കര മഴ തന്നെയല്ല. കാരണം പുള്ളിയുടെ വിചാരം ഷവർ മഴയാണെന്നാ. എന്നിട്ട് ഇവര് ഓണാക്കുക അതിന്റെ അടിയിൽ പോയി ഇങ്ങനെ ചുമ്മാ നിൽക്കുക. ചുമ കഴിയുന്ന നേരമില്ല ഫുൾ ടൈം. അപ്പൊ ഞങ്ങളെ കണ്ടിട്ട് ഓടി വന്ന് മഴയുടെ ചോട്ടിൽ നിന്ന് കട്ടിലേക്കറി കിടക്കുന്നു. ഞങ്ങൾ വരുമ്പോഴത്തേക്ക് നനഞ്ഞു കുഴഞ്ഞ് തലമുടി മൊത്തം നനഞ്ഞു കുഴഞ്ഞിരിപ്പുണ്ടായിരുന്നു. കള്ളിയുടെ അങ്ങാറ്റാ ഉണ്ടപ്പ. അപ്പൊ ഇന്നലെ ഇന്നലെ പറഞ്ഞ് അമ്മ നമുക്ക് ബജി മേടിക്കാം, അമ്മ ചമ്മന്തി മുക്കി തിന്നാൻ ഭയങ്കര ആഗ്രഹമെന്ന് പറയാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിപ്പോ പോകുന്ന വഴിക്ക് ബജിക്കട കയറി. ഇന്നലെ ബജി മേടിക്കാൻ കയറിയപ്പോ കടയിൽ സാധനം തീർന്നു പോയായിരുന്നു. അങ്ങനെ ഇന്ന് ഞങ്ങൾ ബജിയൊക്കെ മേടിച്ചിട്ട് പോകുന്നു വൈകുന്നേരം ചായ കുടിക്കാൻ. സുണ്ടപ്പോ ഡാൻസ് കളിച്ചോണ്ടപ്പാ. ആണ്ടേ ഇങ്ങനെ അത് അടിപൊളിയായിപ്പോയി. സൂപ്പറാണെന്ന് ചോദിക്കല്ലാരോടും. അത് ഭയങ്കര സന്തോഷമായി. ഞാൻ വന്നപ്പോ ഭയങ്കര മൂന്നുകളിൽ അംഗമായിരുന്നു. എന്താണേലും ചെരുപ്പൊക്കെ തേച്ച് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. നാളെ ഞങ്ങൾക്കൊരു ആവശ്യമുണ്ട് കേട്ടോ. ചേട്ടൻ്റെ കൂട്ടുകാരൻ്റെ കൊച്ചിന്റെ ബർത്ത്ഡേ ആണ് നാളെ തുറവൂര്. അപ്പൊ അതിന് പോകാനുള്ള ഇതില് തുണിയെല്ലാം കഴുകി ചെരുപ്പൊക്കെ സുന്ദരിയായി. ഞാനിപ്പോ കയറി പോയപ്പോ എല്ലാ പണിയും തീർത്ത് വെച്ചിരുന്നു കേട്ടോ. പെരയെല്ലാം ക്ലീൻ ആക്കി, പാത്രം എല്ലാം കഴുകി, മിറ്റം പെരയെല്ലാം അടിച്ച്, അലക്കിട്ടുന്ന തുണിയൊക്കെ എടുത്ത് നല്ല മിടുക്കിയായിട്ടിരിപ്പുണ്ടായിരുന്നു. കുളിക്കാൻ റെഡി ആയിരുന്നപ്പോഴാണ് ഞാൻ വന്നത്. അപ്പൊ ഞാൻ വന്നാൽ മോനെ 6 മണിക്ക് വീടിയാണ് നമ്മൾ താമസിച്ചു പോയി. അവിടെ വീഡിയോ എടുത്ത് പോയിട്ട് കുളിക്കാൻ പറഞ്ഞേക്കണം. അതുകൊണ്ടാണ് ഈ കോളത്തിൽ ഇരിക്കുന്നത്. നോക്കിപ്പറ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. ബജി മേടിച്ച് ചമ്മന്തി മുക്കി തിന്നാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. കൊള്ളാവോ? അത് ഞങ്ങൾ തിന്നാം. ഇന്നത്തെ ഞങ്ങളുടെ ഈവനിങ് ബ്ലോഗ് ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമന്റ് ചെയ്യുക. താങ്ക് യു.